സോ രാവിലെ 10:37 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് മാവേലിക്കരയിലുള്ള സാൻഡ്ര മൂവി ഹൗസ്, വള്ളക്കാലിൽ എന്നൊക്കെ പറയും. ഇവിടെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട്, ഒരു എക്കോളജിക്കൽ മൂവിയുടെ ഒരു സ്ക്രീനിങ് ഇന്നുണ്ട്. അതിനുവേണ്ടി വന്നതാണ്. ഹൗസ് മാവേലിക്കര തിരുവല്ലയിൽ വെച്ചൊക്കെ ഷൂട്ടിംഗ് നടത്തിയ, ട്രാവൻകൂർ ക്ലബ്ബിൽ വെച്ചൊക്കെ നടത്തിയ ഒരു പരിപാടിയാണ് ദ ഗ്രീൻ അലേർട്ട് കുര്യൻ ഫൗണ്ടേഷൻ. അതിന്റെ ആദ്യത്തെ സ്ക്രീനിങ് ആണിന്ന്. നല്ല പരിപാടിയാണ്. അപ്പൊ ഇത് കാണാൻ വേണ്ടി രാവിലെ തിരുവല്ലയിൽ നിന്ന് 22 കിലോമീറ്റർ വണ്ടിയൊക്കെ ഓടിച്ച് എത്തിയിരിക്കുകയാണ്. ദ ഗ്രീൻ അലേർട്ട്. Kerala changed completely, madam. Last 10 years, international roads, bridges, and tourism-friendly atmosphere. Who did this? LTF എല്ലാവരും മറ്റാരും, madam. Sorry? But LTF. Great, lovely. റോഡുകളും പാലങ്ങളും ഏറ്റവും മികച്ചതാക്കാൻ മറ്റാരുണ്ട്? LTF അല്ലാതെ. നീണ്ടിടാന്തകാരം അമ്മയാം ഭൂമിയെ കൊല്ലാതെ കൊല്ലുന്ന ക്രൂരവിലാപത്തിനട്ടഹാസം. അദ്ദേഹം സ്പെഷ്യലാണ്, ഭാവിയിലേക്കുള്ള കരുതലാണ്. അതിനാൽ ഒരുക്കുന്നു വൈവിധ്യമാർന്ന കളക്ഷനുകൾ, കൂടാതെ അവിശ്വസനീയമായ സമയമാണ്. ഫുൾ ഹൗസ് ആണ്. ഇൻവൈറ്റഡ് ഗസ്റ്റ് ധാരാളം ആൾക്കാരുണ്ട്. 18 മണി. ഈ തണുപ്പിന്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷേ AC അവിടെ നിന്ന് വാങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾ ഇതിലോട്ട് തർക്കില്ല. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. ജെയിംസ് സാറൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് പരിപാടി? പരിപാടി അടിപൊളിയാണോ? സ്റ്റേറ്റ് വെയർഹൗസ് ഡെവലപ്മെന്റ് ചെറുകോൽ മാവേലിക്കര. സോ ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് സെക്കൻഡ് ഹാഫ് കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദ ഗ്രീൻ അലേർട്ട്. എനിക്ക് വയ്യടാ. ജെയിംസ് സാർ ഫോണിന്റെ ചാർജ് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ. ചാർജ് അയ്യോ അയ്യോ Climate crisis is both the easiest and the hardest issue we have ever faced. Our leaders' intentional lack of action is a betrayal towards all the present and future generations. The eyes of all future സാക്ഷി ലോക സമസ്ത സുഖിനോ ഭവന്തു. കർമ്മകാണ്ഡങ്ങളിൽ ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടായിരുന്ന നല്ല ഒരു സന്ദേശമാണ്. ശരിക്കും പരിസ്ഥിതി സംരക്ഷണത്തിന് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്. വേറുണ്ടായിരുന്നു ഇതിനെ പറ്റി എന്ത് പറയുന്നു? നല്ല ഒരു എഫേർട്ടാണ്, അതിനെ അഭിനന്ദിക്കണം. കുഴപ്പമില്ലായിരുന്നല്ലേ ഇത്രയൊക്കെ സെറ്റപ്പ് ഒക്കെ ഒപ്പിച്ചെടുത്ത്. അപ്പൊ നമ്മുടെ ഇതിനകത്ത് അഭിനയിച്ച 2 മഹത് വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ സൂരജാണ്. സൂരജ് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. ഷാജി സാർ അല്ലേ? ഉണ്ട്. നല്ലതായിരുന്നു കേട്ടോ. വെരി ഗുഡ്. അഭിനന്ദനങ്ങളൊക്കെ.
KP മാത്യു സാറാണ് ഇതിന്റെ പിന്നിലെ ആശയത്തിന്റെ സാക്ഷാത്കാരം തിരക്കഥയെല്ലാം തിരക്കഥയാണ്. എൻ്റെ BSc എന്നോട് പഠിച്ച ആളാണ്. അമേരിക്കയിൽ വലിയ ബിസിനസ്മാരെ പുള്ളിയെ കൊണ്ട് ഞാനാണ് പണം മുടക്കിയത്. നല്ലൊരു എഫേർട്ടാണ്. ഞാനത് മൊത്തം നമ്മുടെ 10 ഭാഷകളിൽ ലോകമെമ്പാടും എത്തിക്കും. SN കോളേജുകളിലെ ഞാൻ 2 ഡസൻ നോവൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിൽ 8 എണ്ണം. വേറെ ഷോർട്ട് ഫിലിംസ് ഇങ്ങനൊരു ബിഗ് ഇവന്റ് ആക്കാനുള്ള ആ ഉള്ളിലുള്ള ആ ഫയർ എന്തായിരുന്നു? അല്ല, ഇത് ലോകം നശിച്ചോണ്ടിരിക്കല്ലേ. പണ്ട് കത്രീന വന്നാൽ നമുക്ക് എന്താ ചെയ്തതെന്ന് മനസ്സിൽ നിസ്സംഗതയായിരുന്നു. ഇപ്പൊ മലയാളിന്റെ കേട്ടോ, ഒമാനിൽ മഴ പെയ്ത 2-3 മലയാളികൾ കഴിഞ്ഞ ആഴ്ച മരിച്ചത്. വളരെ നല്ലതായിരുന്നു സാർ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ ഇതിന്റെ ഡയറക്ടർ തുളസി സാറാണ്. ഞാനാണ് തുളസിദാസ്. വളരെ ഭംഗിയായിട്ട് ചെയ്തു സാറ്. പ്രിയപ്പെട്ട ഞാനല്ല ഇപ്പൊ കണ്ടവരാണ് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത്. എന്നാലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം കണ്ടു കഴിഞ്ഞിട്ടും വീണ്ടും ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്നാലും അതിനകത്ത് ഒത്തിരി അപാകതയുണ്ട്. കാരണം നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. കാരണം ഈ പുതിയ സാങ്കേതിക വിദ്യ നമ്മുടെ AI വിഷ്വല് അതിന്റെ VFX ഒക്കെ ചെയ്യണമെങ്കിൽ അത് കോടിക്കണക്കിന് ഒരുപാട് ചിത്രങ്ങൾ കാണുന്ന അത് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ഷൂട്ട് ചെയ്യാനായിട്ട് ബ്ലൂ സ്ക്രീൻ ഇട്ട് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം 10 ദിവസം ചെയ്തു തന്നത് ട്രാവൽ ഗ്രൂപ്പ് ക്ലബാണ് തിരുവല്ലയിലെ. അവരോടുള്ള നന്ദി വാക്കുകൾക്കൊക്കെ അതീതമാണ്. സെക്രട്ടറിയാണ് ഇവിടെ അഡ്വക്കേറ്റ് രാജീവ് പാരിപ്പള്ളി. അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ശ്രമങ്ങൾ നടത്തി. ട്രാവൽ ക്ലബുമായിട്ട് ക്ലബ് ചെയ്യാനുള്ള കാര്യം എന്തോ ഇത് നമ്മുടെ ഒരു കലയോടുള്ള ഒരു സ്നേഹം, അതുകൂടാതെ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് വരാതെ ഈ ഒരു പ്രൊജക്ട് ഇത് ഒരു അവയർനെസ് ആണ്. അത് നിങ്ങളോട് ആദ്യം നമ്മുടെ കുട്ടികളെല്ലാം കാണാനുള്ള ഒരു സംവിധാനം ഒരുക്കണം ഇതിന്. അല്ല, അത് വേണം. അത് പിന്നെ ചെയ്യണം. അതിനെ തിരുവനന്തപുരത്തെ പ്രിവ്യൂ കൂടെ കഴിഞ്ഞതിന് ശേഷം അത് സർക്കാർ തലത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് സഹായിക്കണം. തീർച്ചയായും ഞാൻ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, ഇന്ത്യ മാത്രം ഇതിനകത്ത് കാണാനായിട്ട് വന്നതാണ്. അങ്ങോട്ട് നിൽക്കുക. നിങ്ങളൊക്കെ ഒരുപാട് ജൂലി ഷോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല ഒരു ഷോ ആയിരുന്നു. നല്ല പ്രതികരണമുണ്ട്. കണ്ടവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളിലെല്ലാം ഇത് എത്തണം.
അതിനുവേണ്ടി ഇതിനു പിന്നിലുള്ള ടീം പ്രവർത്തിക്കണം. എല്ലാവിധ ആശംസകളും അതിന് നേരുകയും ചെയ്യും. കാണാൻ വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരിക്കും അല്ലേ? എന്തുവാ പേരെന്തുവാ? ഇവർക്കൊക്കെ വേണ്ടിയാ ഈ സിനിമ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആരാ ഈ മോള് ചെയ്തതാണോ? എന്തോ പേരെന്തോ? അടൂർ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 3-ാം ക്ലാസ്സിലാണ്. പരീക്ഷ കഴിഞ്ഞോ? നല്ല സന്ദേശമായിരുന്നു, നല്ലതായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ വെരി ഗുഡ്. എല്ലാരും നല്ലതായിരുന്നു, നല്ല 12:54 നമ്മുടെ തിയേറ്ററിന്റെ ഉടമ, കോംപ്ലക്സിന്റെ ഉടമ ശ്രീ സന്തോഷാണ്. എന്തുകൊണ്ട്, എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല. സന്തോഷ് നമ്മുടെ അഡ്വക്കേറ്റ് സോണിയുടെ കസിൻ ആണല്ലേ? അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് നല്ല സ്നേഹബന്ധം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.